സ്മാർട്ട് ഫണ്ട്സിലേക്ക് സ്വാഗതം. വിപണി കയറുമോ ഇറങ്ങുമോ എന്ന് ആർക്കും 100% പ്രവചിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലും പ്രവചിക്കുന്നുണ്ടെങ്കിൽ അത് പ്രഡിക്ഷൻ അല്ല, സ്പെക്കുലേഷൻ ആയാണ് കാണേണ്ടത്. സാമ്പത്തിക വിദഗ്ധർക്കോ സാമ്പത്തിക സ്ഥാപനങ്ങൾക്കോ അത്തരമൊരു പ്രവചനം നടത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് പ്രധാന കാര്യം. കാരണം നിരവധി ഘടകങ്ങൾ വിപണിയെ സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും, നമ്മുടെ പോർട്ട്ഫോളിയോയെ മികച്ച രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കും. 2026 നിക്ഷേപകർ നടത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2026 വിപണിക്ക് എപ്പോഴും ബേസിക്കായ ചില തത്വങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും 2026 മൊത്തത്തിൽ നോക്കുമ്പോൾ വിപണിയുടെ ആ കുതിച്ചു ചാട്ടത്തിൻ്റെ വേഗത കുറയാനോ അല്ലെങ്കിൽ ഒരു തിരുത്തലിനോ സാധ്യതയുണ്ടെന്ന് പറയുന്ന ഒരു ഭാഗം, മറുഭാഗത്ത് ജെഫ്രീസിനെ പോലുള്ള ആഗോള റിപ്പോർട്ടുകൾ പറയുന്നത് ഇന്ത്യൻ ഓഹരി വിപണി 2026 ഷൈൻ ചെയ്യുമെന്നാണ്. അപ്പോൾ രണ്ട് വ്യത്യസ്ത വാദങ്ങളുണ്ട് അല്ലേ. ഒരു കൂട്ടർ പറയുന്നു വിപണിയിൽ എന്തായാലും ഓവർ വാല്യൂ ആണ് പലതും, അത് എന്തായാലും വിപണി തകരും, തകർച്ചയുണ്ടാവും, തിരുത്തലുണ്ടാവും എന്ന് പറയുന്നു. വേറെ ചില കൂട്ടുകാരെന്താ പറയുന്നത്? അവർ പറയുന്നത് വിപണി നല്ലപോലെ കുതിച്ച് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. ഇതിനിടയിൽ നമ്മൾ നോക്കേണ്ടത് പലിശ നിരക്കിൽ ഏകദേശം 2025 1.25% മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുറഞ്ഞിട്ടുണ്ട്. അമേരിക്കയും ഇന്ത്യയും എല്ലാവരും പലിശ നിരക്ക് കുറയ്ക്കുകയാണ്. അപ്പം പലിശ നിരക്ക് കുറയുന്ന സാഹചര്യമുണ്ട്. ഓഹരി വിപണിയിൽ നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഓഹരി വിപണി എങ്ങനെയായിരിക്കും, കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ഈ പ്രകടനം തുടരുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴും നമ്മുടെ അസറ്റിനെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നത് അത്ര ബുദ്ധിയല്ല. അപ്പോൾ നമ്മൾ ഒരു ഡൈവേഴ്സിഫൈഡ് ആയ ഒരു അസറ്റ് അലോക്കേഷൻ മെക്കാനിസമാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. നമ്മൾ ഓഹരി വിപണിയിലും കടപത്രങ്ങളിലും അതുപോലെ സ്വർണത്തിലൊക്കെ ലോഹങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പോർട്ട്ഫോളിയോയെ ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കി വയ്ക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ 2026 ഇത് എല്ലാ കാലത്തും നമ്മുടെ ഓഹരി വിപണിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ലോജിക്കാണ്. നമ്മളെപ്പോഴും നമ്മുടെ നിക്ഷേപത്തിനെ ഒരു സുരക്ഷാ കവചം ഉണ്ടാക്കി പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇനി നമുക്കിതിന് വേറെ രീതിയിൽ നോക്കാം. നമ്മൾ എല്ലാ മാർക്കറ്റിനും അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ഉദാഹരണത്തിന് ഈ ഓഹരി വിപണി ഒരു കടലാണെന്ന് കരുതും. ഈ കടലിൽ എന്തുണ്ടായിരിക്കും? കടലിൽ ശാന്തമായ കടലുണ്ടായിരിക്കും, കാറ്റും കോളും ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും ശാന്തമായ കടൽ വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു റോഡിലൂടെ പോവുകയാണെങ്കിൽ റോഡിന് കയറ്റവും ഇറക്കവും ഉണ്ട്. അതുപോലെ തന്നെ വിപണിയിൽ എപ്പോഴും എന്തായിരിക്കും? കയറ്റിറക്കങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷെ നമുക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ അതിജീവിക്കാൻ പറ്റും. കടലിൽ ഉദാഹരണത്തിന് മീൻ പിടിക്കാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ പോകുന്ന പലരും പല രീതിയിൽ പോകും. ഞാൻ പറയുകയാണെങ്കിൽ ചിലർ തോണിയിൽ പോകും, ചിലർ ബോട്ടിൽ പോകും, ചിലർ കപ്പലിൽ പോകും. തോണിയിൽ പോകുന്ന ആൾക്ക് റിസ്ക് കൂടുതലാണ് അല്ലേ? ബോട്ടിൽ പോകുന്ന ആളെക്കാളും റിസ്ക് കൂടുതലാണ്. കപ്പലിൽ പോകുന്ന ആൾക്ക് ബോട്ട് പോകുന്ന ആളുകളെക്കാളും റിസ്ക് കുറവാണ്. അപ്പം നമ്മൾ ഇതിനെ ഓരോ നിക്ഷേപ രീതിയെ നമ്മൾ ഇപ്പോൾ തോണി നമ്മൾ സ്റ്റോക്കാണെങ്കിൽ ബോട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ടാണ്, ഈ കടപത്രങ്ങളും മറ്റും നമ്മുടെ കപ്പലാണെന്ന് കരുതുക. കാരണം കപ്പലിൽ നമുക്ക് ലൈഫ് ജാക്കറ്റുകളുണ്ട്, കൊച്ചു കൊച്ചു ബോട്ടുകളുണ്ട്, നമുക്ക് രക്ഷപ്പെടാൻ കുറേ മാർഗങ്ങളുണ്ട്. പക്ഷേ ഇത് മൂന്നും വെള്ളത്തിലല്ലേ, മൂന്നിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിക്ഷേപത്തിന് റിസ്ക് ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു വരാം. തോണി നമ്മൾ ഒരു സ്റ്റോക്ക് നിക്ഷേപമായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ, ഈ ഉദാഹരണമൊക്കെ മനസ്സിലാൻ വേണ്ടി പറയുകയാണ്, കറക്റ്റായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ തോണി നമ്മൾ പലപ്പോഴും തോണിയിൽ പോയിട്ട് ആളുകൾ മീൻ പിടിക്കുന്നില്ലേ? മീൻ പിടിക്കാൻ അവർക്ക് നമ്മൾ നേരിട്ട് പോയിട്ട് തോണി നമുക്ക് തുഴയാൻ ഏകദേശം ഒരു യൂട്യൂബ് നോക്കി ബാലപാഠം പഠിച്ച് നമുക്ക് പോയി കടലിൽ തുഴയാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം? അത് അങ്ങനെ പോകാനുള്ള ഒരു എക്സ്പീരിയൻസ് വേണം അല്ലേ? അപ്പോൾ നമുക്ക് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാം. എങ്ങനെ? നമ്മൾ അറിവ് നേടിയതിന് ശേഷം, അതിൻ്റെ പ്രായോഗിക അല്ലെങ്കിൽ അനുഭവ സമ്പത്ത് നേടിയതിന് ശേഷം നമുക്ക് ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാം, കുഴപ്പമൊന്നുമില്ല. തോണിക്കാരൻ എങ്ങനെയാണോ ഈ തിരമാലകളോട് മല്ലിടിച്ച് പോയിട്ട് മീൻ പിടിച്ച് തിരിച്ചു വരുന്നത്, അതുപോലെ നമുക്ക് ലാഭമുണ്ടാക്കി തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? തോണി തുഴയാൻ അറിയണം, കടലിൽ തോണി തുഴഞ്ഞ എക്സ്പീരിയൻസ് വേണം. സ്വിമ്മിംഗ് പൂളിൽ നീന്തം പഠിച്ച ഞാൻ പോയിട്ട് കടലിൽ പോയി ചാടിയിട്ട് വല്ല കാര്യമുണ്ടോ? അതുപോലെ നമ്മൾ പേപ്പർ ട്രേഡിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ പോയിട്ട് റിയൽ മാർക്കറ്റിൽ പോയി ട്രേഡ് ചെയ്ത് നമ്മുടെ പണം പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പേപ്പർ ട്രേഡ് ചെയ്ത് പഠിച്ചതിന് ശേഷം നമ്മൾ റിയൽ ട്രേഡിൽ കുഞ്ഞു എമൗണ്ടുകളൊക്കെ ഇട്ട് നോക്കി, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ചെറിയ എമൗണ്ടൊക്കെ ഇട്ട് നോക്കിയിട്ട് ഈ മാർക്കറ്റിനൊക്കെ ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ 2026 2027 നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അറിവ് നേടണം, അറിഞ്ഞ് നിക്ഷേപിക്കണം. തീർച്ചയായിട്ടും നമുക്ക് റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കപ്പലിൽ പോകുന്നത് നല്ലത്. കാരണം എന്താ? കപ്പലിൽ കുറേ രക്ഷാമാർഗ്ഗങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? അവൻ ബോട്ടിൽ പോവുകയാണെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് വേഗതയും കിട്ടും, സുരക്ഷയുണ്ട്. ഒരു ബാലൻസിനാണ്. പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് നമ്മൾ എടുക്കാൻ കാരണം എന്താ? അത് നിക്ഷേപിക്കുന്നത് പലപ്പോഴും സ്റ്റോക്കിലായിരിക്കും. അതിൻ്റെ ഗ്രോത്തിൻ്റെ അത്ര കിട്ടിയില്ലെങ്കിലും കുറച്ച് ഗ്രോത്തൊക്കെ കിട്ടും,
സാധാരണ ബാങ്കിലിടുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റിനേക്കാളോ അല്ലെങ്കിൽ കടപത്രങ്ങളെക്കാളോ ലാഭം കിട്ടും എന്നതുകൊണ്ട് പലപ്പോഴും മ്യൂച്വൽ ഫണ്ട് പ്രിഫർ ചെയ്യുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു കപ്പലിൻ്റെ ഒരു പരിധി വരെ ചെറിയ സുരക്ഷകളൊക്കെ ഇവിടെ ഉണ്ട്, ബോട്ടിലുണ്ട്. പക്ഷേ തോണിയിൽ റിസ്ക് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു നമ്മൾ ആ രീതിയിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും മാർക്കറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ 2026 വന്നാലും അറിഞ്ഞ് മനസ്സിലാക്കി നിക്ഷേപിക്കുക. അറിയാത്തത് അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. വാട്സാപ്പിലൊക്കെ വരുന്ന മെസ്സേജുകൾ കണ്ടിട്ട് ചാടി കയറി നിക്ഷേപിക്കരുത്. സെബി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ സെബി അംഗീകാരമുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സെബി അംഗീകാരമുള്ള ഉപദേശകരിൽ നിന്നും മാത്രം എന്ത് ചെയ്യുക, ടിപ്സ് എല്ലാം സ്വീകരിക്കുക. ഇത് ബേസിക്കാണ്. 2026 ആയാലും 2027 ആയാലും ബേസിക്കാണ്. പക്ഷേ നമ്മൾ ഒറ്റ നടന്ന് നോക്കുകയാണെങ്കിൽ 2026 നമ്മളൊരു ബാലൻസ്ഡ് നിക്ഷേപ രീതി സ്വീകരിക്കുന്നതാണ് വളരെ നല്ലത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനുള്ളിൽ പറയുന്നുണ്ടായിരുന്നു ഹൈബ്രിഡ് ഫണ്ടാണ് ഇനി ട്രെൻഡിങ് ആവുക എന്നത്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വണ്ടികളിലൊക്കെയാണ് ഹൈബ്രിഡ് മോഡ്. അപ്പോൾ ഈ സാധാരണ ഇതിക്ക് നമ്മൾ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുന്നത് ഓഹരികളിലോ അല്ലെങ്കിൽ കടപത്രങ്ങളിലോ മാത്രമാണ്. പക്ഷേ കടപത്രങ്ങളിലും ഓഹരികളിലും നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളെയാണ് നമ്മൾ പൊതുവെ ഹൈബ്രിഡ് ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഈ ഹൈബ്രിഡ് ഫണ്ടുകൾ തന്നെ പല രീതിയിലുണ്ട്. അതിൽ ഒന്നാമത്തത് അഗ്രസീവായിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ടുകളുണ്ട്. ഈ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് പറയുന്നത് 65% മുതൽ 80% വരെ അവർ ഓഹരികളിലായി നിക്ഷേപിക്കുക. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മാത്രമേ കടപത്രങ്ങൾ ഉണ്ടാവുള്ളൂ. ഇത്തരം അഗ്രസീവ് ഫണ്ടുകൾ ഒരു പക്ഷേ സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾക്ക് തുല്യമായ റിട്ടേണും നമ്മുടെ ചരിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 12 മുതൽ 15% വരെ റിട്ടേൺ എന്ത് കൊടുത്തിട്ടുണ്ട്? ഈ അഗ്രസീവായ ഹൈബ്രിഡ് ഫണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരം ഫണ്ടുകളിൽ ഭൂരിഭാഗം എവിടെയാണ് നിക്ഷേപിക്കുക? സ്റ്റോക്കിൽ തന്നെയാണ് നിക്ഷേപിക്കുക. കൺസർവേറ്റീവ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഫണ്ടുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 90% വരെ, 75 മുതൽ 90% വരെ എവിടെ നിക്ഷേപിക്കും? കടപത്രങ്ങളിൽ നിക്ഷേപിക്കും. ബാക്കി മാത്രമാണ് ഓഹരികളിൽ നിക്ഷേപിക്കുക. തീർച്ചയായിട്ടും കടപത്രങ്ങളിൽ കൂടുതൽ നിക്ഷേപിക്കുന്നതുകൊണ്ട് ഗ്രോത്ത് ഒരു 8 മുതൽ 10% വരെയാണ് ഉണ്ടാവുക. ഇതൊക്കെ ഹിസ്റ്ററി വെച്ച് പറയുന്നതാണ് കേട്ടോ. എത്ര ഉണ്ടായിക്കൊള്ളണം എന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാനൊന്നും പറ്റില്ല, കാരണം എല്ലാം വിപണിക്കനുസരിച്ചാണ്. പക്ഷേ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രാക്കറ്റിനുള്ളാണുള്ളത്. 8 മുതൽ 10% വരെ കിട്ടും. മൂന്നാമതെന്ന് പറയുന്നത് ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടാണ്. ഈ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറഞ്ഞാൽ വിപണിയുടെ മൂഡിനനുസരിച്ച്, വിപണിയുടെ അവസ്ഥയനുസരിച്ച് സ്റ്റോക്കിലേക്കും കടപത്രങ്ങളിലേക്കും മാറി മാറി നിക്ഷേപിക്കും. ഉദാഹരണത്തിന് സ്റ്റോക്കിനാണ് നേട്ടമെങ്കിൽ നിക്ഷേപത്തിൻ്റെ പെർസെൻറ്റേജ് അങ്ങോട്ട് കൂട്ടും. അതല്ല, ഇപ്പം കടപത്രങ്ങളിൽ പോയി പതുങ്ങി അമർന്നിരിക്കുന്നതാണ് നല്ലതെങ്കിൽ അവിടെ പോയി പതുക്കെ അമർന്നിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഫണ്ട് മാനേജർ എന്ത് ചെയ്യും? ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും. ചിലപ്പം 40% കടപത്രങ്ങളിലായിരിക്കും, ചിലപ്പോൾ 20% ആയിരിക്കും, ചിലപ്പോൾ 70% എവിടെയായിരിക്കും? സ്റ്റോക്കിലായിരിക്കും, ചിലപ്പം അങ്ങനെ ആ രീതിയിൽ ഒരു വിപണിയുടെ മൂഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറയുന്നത്. നാലാമത്തേതെന്ന് പറയുന്നത് മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ടാണ്. ഈ മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്റ്റോക്കിലും കടപത്രങ്ങളിലുമാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ നിക്ഷേപിക്കുന്നതെന്ന്. ഇത് കൂടാതെ ഗോൾഡിലും റിയൽ എസ്റ്റേറ്റിലും നിക്ഷേപിക്കുന്ന ഇത്തരം ഫണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടി അസറ്റ് അലോക്കേഷൻ ഫണ്ട്. അല്ലെങ്കിൽ ഇത്തരം ഹൈബ്രിഡ് ഫണ്ടുകളെയാണ് നമ്മൾ മൾട്ടി അസറ്റ് എന്ന് പറയുന്നത്. അവർ ഗോൾഡിലും റിയൽ എസ്റ്റേറ്റിലും നിക്ഷേപിക്കും. അവർക്ക് ഏകദേശം 11 മുതൽ 14% വരെ റിട്ടേൺ കിട്ടുന്നുണ്ട്. കുറേ കൂടി സേഫാണ്, കാരണം അവിടെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ വന്നു. സ്വർണ്ണത്തിലും നിക്ഷേപിക്കുന്നു, റിയൽ എസ്റ്റേറ്റിലും നിക്ഷേപിക്കുന്നു, കടപത്രങ്ങളിലും നിക്ഷേപിക്കുന്നു, ഓഹരികളിലും നിക്ഷേപിക്കുന്നു. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഹരി ഒരു പക്ഷേ 10% താഴേക്ക് വന്നാൽ പോലും ഇവിടുത്തെ ഗ്രോത്ത് റേറ്റിൽ 2%-ൻ്റെയൊക്കെ കുറവുണ്ടാവുള്ളൂ. ആ രീതിയിലാണ് അതൊരു ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റു മേഖലകളിൽ നമ്മൾ നിക്ഷേപമായതുകൊണ്ട്, ഉദാഹരണം പറയുകയാണെങ്കിൽ സ്വർണ്ണത്തിന് വില കൂടുമല്ലോ. അപ്പോൾ സ്വർണ്ണത്തിൽ നമ്മൾ നിക്ഷേപം കൂടുന്നുണ്ട്. ഓഹരിയിൽ കുറച്ച് കുറഞ്ഞാലും സ്വർണ്ണത്തിൽ കൂടുമ്പോൾ അത് ബാലൻസ് ആയിക്കോളും. അപ്പം നമുക്ക് ഔട്ട്കം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്കം പെർസെൻറ്റേജ് ഏകദേശം അടുത്ത് വരും. അതുകൊണ്ടാണ് ഹൈബ്രിഡ് ഫണ്ട് ഓഫർ ചെയ്യുന്നത്. നീ കണ്ട വീഡിയോ കറക്റ്റാണ്. ഹൈബ്രിഡ് ഫണ്ടുകൾ ആണ് 2026 കുറേ കൂടി ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നത്. സാധാരണയായി നമ്മൾ സ്മോൾ ഫണ്ട് ക്യാപ്സിന്റെ പുറകെയാണല്ലോ പോകാറ്. അതിനൊരു മാറ്റം ആവശ്യമുണ്ടോ? സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്ന് പറയുന്ന വലിയ ലാഭം കിട്ടാൻ വേണ്ടിയാണ് ആളുകൾ പലപ്പോഴും ഈ സ്മോൾ ക്യാപ്പ് ഫണ്ടിൻ്റെ പിറകെ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉയരം കൂടിയിട്ട് ഉയരത്തിന് താഴേക്ക് വീണാൽ നല്ലപോലെ പരിക്ക് പറ്റും. അപ്പോൾ സ്മോൾ ക്യാപ്പ് ഫണ്ടിൻ്റെ പ്രത്യേകത ഇത് തന്നെയാണ്. നല്ല ലാഭം കിട്ടും, പക്ഷേ വീണാൽ അത് 1.5 വീഴ്ചയായിരിക്കും, നമുക്ക് നല്ല നഷ്ടം സംഭവിക്കും. പക്ഷേ നമ്മൾ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ ഇത്തരം സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കാല പ്രകടനങ്ങൾ ഓഹരി വിപണിയിലാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും അത് വരുംകാല പ്രകടനത്തിന് ഒരു ഗ്യാരണ്ടിയും നൽകുന്നില്ല. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ആ സ്റ്റോക്ക് എനിക്ക് ഇത്ര ലാഭം തന്നു, അതുകൊണ്ട് ഈ വർഷം എനിക്കത് തന്നേക്കാം എന്ന്
നമ്മൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല. അത് വിപണിയിലെ മറ്റു ഘടകങ്ങൾക്ക് 1,900 കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങൾ അനുസരിച്ച് അപ്പ് ആൻഡ് ഡൗൺ വന്നേക്കാം. അപ്പോൾ സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ ഒരു കാലത്ത് പ്രിയപ്പെട്ട ഫണ്ടുകളാകാൻ കാരണം, മ്യൂച്വൽ ഫണ്ടുകളാകാൻ കാരണം അതിൻ്റെ ഉയർന്ന വളർച്ചാ നിരക്കാണ്. അപ്പോൾ 2026 നമ്മളൊരു കാര്യം പറഞ്ഞു, ഈ മൊത്തത്തിലുള്ള ചില ആശങ്കകൾ സജീവമാണ്. ഒരു ഭാഗത്ത് ഓഹരി വിപണി തകരുമെന്നും അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ ഈ വലിയ കുതിപ്പുണ്ടാകില്ലെന്നും, മറുഭാഗത്ത് ഓഹരി വിപണി കുതിക്കുമെന്നും പറയുന്നു, പലിശ നിരക്ക് കുറയുന്നു. ഇത്തരം കുറേ ഘടകങ്ങൾ വെച്ചിട്ടുണ്ട് നോക്കുമ്പോൾ നമുക്ക് ഈ സ്മോൾ ക്യാപ്പിൽ ഓവറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക്കാണ്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ നിക്ഷേപവും കൂടുതൽ ലാഭം പ്രതീക്ഷിച്ച് നമ്മൾ അത്യാർത്ഥിയോടുകൂടി സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ കൊണ്ടുപോയിടുന്നത് നഷ്ടമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം സ്മോൾ ക്യാപ്പിൽ നിക്ഷേപിക്കാം. പിന്നെ വേറൊന്ന് ചെയ്യാം, നമ്മൾ സ്മോൾ ക്യാപ്പിൽ നേരത്തെ നിക്ഷേപിച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടുമല്ലോ, ആ പ്രോഫിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, കിട്ടുന്ന പ്രോഫിറ്റിനെ നമുക്ക് ഈ ഡൈവേഴ്സിഫൈഡ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈബ്രിഡ് ഫണ്ടുകളിലേക്കോ അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് ഫണ്ടിലേക്കോ മാറ്റി നമുക്ക് കുറച്ചും കൂടി സേഫായി നിൽക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മൾട്ടി ആയിട്ട് വ്യത്യസ്ത മേഖലയിലേക്ക് നമ്മൾ നിക്ഷേപത്തിനെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കണം. എല്ലാം കൂടി കൊണ്ടുപോയിട്ട് സ്മോൾ ക്യാപ്പിൽ ഇടരുത്. ഒരിക്കലും സ്മോൾ ക്യാപ്പിൽ നിക്ഷേപിക്കരുത് എന്നല്ല പറയുന്നത്, എല്ലാ നിക്ഷേപവും സ്മോൾ ക്യാപ്പിലാക്കരുത്. നമുക്ക് മൾട്ടി അലോക്കേഷനാണ് നല്ലത്. 2026 മൾട്ടി അലോക്കേഷൻ സ്ട്രാറ്റജിയാണ് നല്ലത് എന്നാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധരെല്ലാം പറയുന്നത്. ഇത്തരം ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം കുറഞ്ഞ വരുമാനമുള്ള ഒരു മാസം 500 രൂപ മാത്രം മാറ്റിവെക്കാൻ കഴിയുന്ന ആൾക്ക് ഇതെങ്ങനെ പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിക്കും? അത് നമ്മളിപ്പോൾ എല്ലാ ഫണ്ടുകളും എടുക്കുമ്പോൾ നോക്കേണ്ട പൊതുവായ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്നറിയോ, ഏതൊരു ഫണ്ടിൻ്റെയും 3 മുതൽ 5 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് നോക്കണം. അല്ലെങ്കിൽ അത് എത്ര ലാഭം ഉണ്ടാക്കി എന്ന കാര്യം വ്യക്തമായിട്ട് നോക്കണം. അപ്പം പുതിയ ഫണ്ടുകളിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നതെങ്കിൽ ഈ റിപ്പോർട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ പുതിയ ഫണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ പലതവണ ആലോചിക്കണം. പക്ഷേ പഴയ ഫണ്ടുകളിൽ നമ്മൾ അതിൻ്റെ ഉയർന്ന NAV കണ്ടിട്ട് മടിക്കൊന്നും വേണ്ട. കാരണം അവരുടെ ട്രാക്ക് റെക്കോർഡ് നമുക്ക് കാണാം. പക്ഷേ ഈ ട്രാക്ക് റെക്കോർഡ് അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് ഒരിക്കലും ഈ വരുന്ന വർഷം അത്ര ലാഭം തരുന്ന ഗ്യാരണ്ടി ഒന്നും തരുന്നില്ലെങ്കിൽ പോലും നമുക്കൊരു കോൺഫിഡൻസ് നൽകാൻ കഴിഞ്ഞ 3 മുതൽ 5 വർഷത്തെ ആ കണക്കുകൾ നമുക്ക് അല്ലെങ്കിൽ റിട്ടേണുകൾ നമ്മളെ സഹായിക്കും. പിന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എക്സ്പെൻസ് റേഷ്യോ നോക്കണം. ഇത് എക്സ്പെൻസ് റേഷ്യോ നമ്മുടെ വളർച്ചാ നിരക്കിനെ താഴ്ത്തും. അതുകൊണ്ട് എപ്പോഴത് എല്ലാം കൂടി ചേർന്നൊരു 1.5% താഴെയാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ എത്രയാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ വായിച്ച് നോക്കണം. പിന്നെ ഫണ്ട് മാനേജേഴ്സിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫണ്ട് മാനേജേഴ്സാണ്. ഈ ഫണ്ട് മാനേജേഴ്സ് നേരത്തെ ഏതൊക്കെ ഫണ്ടുകളാണ് ഓപ്പറേറ്റ് ചെയ്തത്, അതിൻ്റെ റിപ്പോർട്ട് എങ്ങനെയാണ്, അത് ലാഭത്തിലാണോ അല്ലെങ്കിൽ നഷ്ടത്തിലാണോ, അതിൻ്റെയൊക്കെ പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 4 കാര്യങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ അസറ്റ് അലോക്കേഷൻ അത് എൻ്റെ റിസ്ക് എടുക്കാനുള്ള കഴിവിന് മാച്ച് ആവുന്നുണ്ടോ നോക്കണം. ഉദാഹരണത്തിന് എനിക്ക് കൂടുതൽ ലാഭമാണോ വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പണം സേഫായി പാർക്ക് ചെയ്യുകയാണോ വേണ്ടത്, ഇതൊക്കെ നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കണം, എനിക്കിതിൽ എത്ര % ആണോ ഓഹരിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്, എത്ര % ആണ് മറ്റു കാര്യങ്ങൾക്ക് മാറ്റി വെച്ചിരിക്കുന്നത്, കൃത്യമായിട്ട് ചോദിക്കണം. എന്നിട്ട് നമ്മുടെ റിസ്കിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് റിസ്ക് എടുക്കാനുള്ള നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ തീരുമാനം പറയണം. നമ്മൾ എന്ത് പറയണം, ഇത്ര ഓഹരി ഇങ്ങോട്ട് മാറ്റി വയ്ക്കും, അല്ലെങ്കിൽ ഇത്ര % ആണ് വേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇതാണ് വേണ്ടത് ഫണ്ട് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റണം. പിന്നെ എക്സിറ്റ് ലോഡ് നോക്കണം. ചില സമയത്ത് നമുക്ക് അത്യാവശ്യം വന്നാൽ ഇതൊന്ന് ഇറങ്ങേണ്ടി വരും. എന്ന് വെച്ചാൽ നമുക്ക് ആ പണം വന്നു നമുക്ക് മ്യൂച്വൽ ഫണ്ട് വിറ്റ് ഒഴിവാക്കേണ്ടി വരും. ആ സമയത്ത് എത്ര ശതമാനം ഇത് പിടിക്കുമെന്ന് നമ്മൾ നോക്കണം. പിന്നെ ഇതിൻ്റെ ടാക്സ് ബാധ്യത, അല്ലെങ്കിൽ ഇതിന് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ടാക്സ് ബാധ്യതയെല്ലാം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. അത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സോ എന്താണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ 500 രൂപയ്ക്ക് 10 വർഷം നിക്ഷേപിക്കാമെന്ന് കരുതാം. 500 രൂപ നമ്മൾ 10 വർഷം നിക്ഷേപിച്ചാൽ അത് 60,000 രൂപയാണ് ആവുക. 10 വർഷം നമ്മൾ ശമ്പളത്തിന് വെറും 500 രൂപ മ്യൂച്വൽ ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അതിനൊരു 12-നും 15-നും ഇടയിലുള്ള വളർച്ചാ നിരക്ക് പ്രതീക്ഷിക്കുകയാണ്, ഒരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ലഭിക്കുന്ന പണം എന്ന് പറയുന്നത് 1.15 ലക്ഷത്തിനും 1.4 ലക്ഷത്തിനും ഇടയിലായിരിക്കും നമുക്ക് നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പം വെറും 500 രൂപ എല്ലാ മാസവും മാറ്റി വെച്ചാൽ അത് ഇത്രയും ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെയോ നമുക്കൊരു സ്റ്റെപ്പ് അപ്പ് മെത്തേഡ് എടുത്താലോ. ഉദാഹരണത്തിന് ഞാൻ ഈ വർഷം മുഴുവൻ 500 രൂപ നിക്ഷേപിക്കുന്നു, അടുത്ത വർഷം ഞാൻ 550 രൂപ നിക്ഷേപിക്കുന്നു, അതിനടുത്ത വർഷം ഞാൻ 605 രൂപ നിക്ഷേപിക്കുന്നു. എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഞാൻ 10% കൂട്ടി നിക്ഷേപിച്ച് പോവുകയാണെങ്കിൽ കേവലം 50 രൂപ, 55 രൂപ, 60 രൂപ മാത്രമേ കൂട്ടി പോകുന്നുള്ളൂ. ഇത് നമ്മൾ മൊത്തം 10 വർഷം നിക്ഷേപിച്ചാൽ നമ്മുടെ മൊത്തം നിക്ഷേപം എന്ന് പറയുന്നത് 95,600 രൂപയായിരിക്കും. ഇത് നമ്മൾ ഒരു 12% റിട്ടേൺ നോക്കുകയാണെങ്കിൽ 1.75 ലക്ഷവും 15% റിട്ടേൺ നോക്കുകയാണെങ്കിൽ 2 ലക്ഷത്തിന് പുറത്തുമായിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വെറുതെ കുറച്ച് ദിവസം ഒരു മാസം കുടിക്കുന്ന ചായ കുടിക്കുന്ന പൈസയിൽ നിന്ന് 1-2 ചായയുടെ പണം സേവ് ചെയ്താൽ കിട്ടുന്ന
ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ അത് നമുക്ക് ലക്ഷങ്ങളുടെ മെച്ചമായിട്ട് മാറും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു എമൗണ്ടുകൾ ഈ സിപ്പ് രൂപത്തിൽ നിക്ഷേപിച്ചു പോകുന്നത് ഭാവിയിലേക്ക് നല്ലൊരു മാർഗമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരാൾ കുട്ടി പഠിക്കുന്നത് ഒരു 5ാം ക്ലാസ്സിലാണെന്ന് കരുതുക. അപ്പോൾ അയാൾ +2 കഴിഞ്ഞാൽ അയാൾ കുട്ടിയെ നല്ലൊരു സ്ഥലത്ത് ചേർക്കണമെന്ന് അയാൾക്ക് സ്വപ്നമുണ്ടെന്ന് കരുതുക. അപ്പോൾ അയാൾക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് തന്നെ ഒരു സിപ്പ് തുടങ്ങാൻ പറ്റും. ഒരു മാസം 1000 രൂപ ഇങ്ങനെ ഇട്ട് വെച്ച് പോയി കഴിഞ്ഞാൽ ആ കുട്ടി പണപ്പെരുപ്പ നിരക്കൊക്കെ നമ്മൾ കണക്ക് കൂട്ടണം. എങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു എമൗണ്ട് ആയിട്ട് അത് 10 വർഷം 7 വർഷം 10 വർഷം കഴിയുമ്പോഴേക്കും മാറും. ഏറ്റവും ചുരുങ്ങിയത് 7 വർഷത്തിന് നമ്മൾ സിപ്പ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഈ റോളിങ് നടക്കുന്നതിനേക്കാളും നല്ലത്. ചെറിയ ചെറിയ എമൗണ്ട് പോയാൽ നമ്മൾ നിക്ഷേപമായിട്ട് വിട്ടാൽ മതി, സിപ്പായിട്ട് വിട്ടാൽ മതി. 2026 വിപണി അരക്ഷിതാവസ്ഥയിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഹൈബ്രിഡ് ഫണ്ടാണ് നല്ലതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായി. അതുപോലെ കൺസർവേറ്റീവ് ഫണ്ടും നല്ലതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മൾട്ടി അസറ്റ് അലോക്കേഷൻ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ SIP വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലോങ് ടേം വിഷനോട് കൂടി തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് നമ്മൾ കണ്ടെത്തുകയും വേണം. എമർജൻസി ഫണ്ട് ജീവിതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സാമ്പത്തിക സുരക്ഷ നേടാൻ വേണ്ടി 10-10-10 റൂൾ എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്കും ഇവിടെ ഉൾപ്പെടുത്താം. പ്രേക്ഷകർക്ക് ഉപയോഗപ്രദമാകും എന്നാണ് വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.